അല്ല സാറേ ഒരു ദൈവം മിനിറ്റ്, ഉണ്ടോ? അല്ല ഒരു മിനിറ്റ്. അതായത് സ്കൂളിൽ ആരാവണമെന്ന് ചോദിച്ചപ്പോൾ വിവേകാനന്ദൻ കുതിരവണ്ടിക്കാരനാക്കണമെന്ന് പറഞ്ഞു. കുതിരവണ്ടിക്കാരൻ. പിള്ളേർ കളിയാക്കി. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ ശ്രീകൃഷ്ണൻ കുതിര ഓടിക്കുന്നത് കാണിച്ചു. അങ്ങനെ അത് ആ നീ ആ അത് തന്നെ ആവണം. ആ പിന്നെ എന്തോ ഒരു സംശയം, അത് കഴിഞ്ഞെന്തോ ദൈവത്തിന്റെ എന്തോ സംശയം വന്ന് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം. അത് ആരെടുത്ത് ചോദിച്ചു? അത് ഒരുപാട് പേരോട് തപ്പി നടന്നു. ആ ആ ആ ആ അല്ല ഒരുപാട് പേരോട് ദൈവം ചോദിച്ചു. ആരും ദൈവം ഉണ്ടോ, ദൈവത്തെ കണ്ടവരുണ്ടോ? ദൈവം ഉണ്ടോന്നല്ല സാറേ ചോദിച്ചത്, ദൈവത്തെ കണ്ടവരുണ്ടോന്നാ ചോദിച്ചത്. അതന്നെ ഉണ്ടെന്ന് പറയുമ്പോഴല്ലേ കണ്ടോന്ന് അറിയുന്നു. ഞാനിപ്പോ അത് ഓട്ടോബയോഗ്രഫി എടുത്ത് നോക്കണം. വിവേകാനന്ദൻ അതിനെ കുറിച്ച് പറഞ്ഞില്ല. അങ്ങനെ ചോദിച്ച് ഒരുപാട് പേരോട് ചോദിച്ചപ്പോഴാ പറഞ്ഞ് ഇങ്ങനെ രാമകൃഷ്ണ പരമഹംസൻ ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ അറിയാവുള്ളൂ. അല്ല അതിന് മുമ്പൊരു കഥയുണ്ട്. അതായത് അങ്ങനെ അന്വേഷിച്ചു പോയപ്പം ഈ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛനുണ്ട്, അന്ന് അവിടുത്തെ വലിയ ആളാണ്. അങ്ങേര് ചെന്ന് കണ്ടപ്പം അങ്ങേരടുത്ത് ചോദിച്ചു. അപ്പൊ അങ്ങേരില്ല സുകുമാർ അരിക്കോട് സംസാരിക്കുന്ന കണക്ക് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ രാഷ്ട്രീയക്കാരൊക്കെ സംസാരിക്കത്തില്ലേ, ഒന്നും മനസ്സിലാവത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വഴവഴാന്ന് സംസാരിച്ചപ്പം വിവേകാനന്ദൻ പറഞ്ഞു, എനിക്ക് അതൊന്നും പറ്റത്തില്ല, കണ്ടവരുണ്ടോ? അപ്പൊ അങ്ങേർക്ക് പിടികിട്ടി ഇത് ഒതുങ്ങത്തില്ലെന്ന്. അപ്പൊ പറഞ്ഞ് അവിടെ ദൂരെ ഒരാളുണ്ട്. ഇത് പുള്ളി കോളേജിൽ പഠിക്കുന്ന കാലത്താന്ന് തോന്നുന്നു. ആദ്യം പ്രൊഫസർമാരടുത്തൊക്കെ ചോദിച്ചു. അപ്പൊ പ്രൊഫസർമാരെ അറിയാമല്ലോ, 1 മണിക്കൂർ സംസാരിക്കും, പക്ഷെ എന്തുവാന്ന് ഒന്നും പിടികിട്ടത്തില്ല, നമ്മളൊക്കെ സംസാരിച്ച കണക്ക്. അപ്പൊ അതേപോലെ എന്നിട്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛൻ പറഞ്ഞ് അങ്ങേരാണ് ദൈവത്തെ കണ്ട ഒരാളുണ്ടെന്ന് ഈ രാമകൃഷ്ണ പരമഹംസൻ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്തത്. അപ്പം അവിടെ തീർന്നില്ല. അവിടെ വന്ന് ഈ ചോദ്യം ചോദിച്ചപ്പം ഈ രാമകൃഷ്ണ പരമഹംസർ ഏതാണ്ടൊക്കെ പറഞ്ഞപ്പോ ഇങ്ങേര് തറപ്പിച്ച് പിന്നെയും ചോദിച്ചു. അപ്പൊ അങ്ങേര് പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്നത് പോലെ ദൈവത്തെ കണ്ടിട്ടുണ്ട്, അല്ലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ശരിക്കും പറഞ്ഞ ആ സമയത്ത് എനിക്ക് ആ കാലഘട്ടം ഇനി ഒന്നും കൂടെ നമ്മൾ എടുത്തു നോക്കണം. ഏത് വയസ്സിലാണ് രാമകൃഷ്ണ പരമഹംസർ ഏത് വയസ്സിലാണ് ഇവർ കണ്ടുമുട്ടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മളിനി ഒന്നും കൂടെ ഓട്ടോബയോഗ്രഫി എടുത്ത് നോക്കണം. അതിനകത്ത് ഈ അന്നേരം ഈ കാളിയുമായിട്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് പറയുന്നല്ലോ. ദേവിയായിട്ട് സംസാരിക്കുന്നു, പൂജാരിയായിട്ട് വന്നു, അല്ലെങ്കിൽ ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ സാധനത്തില് അങ്ങനെയാണ് ആക്ച്വലി ആ ഉത്തരത്തിൽ ആണ് കൺവിൻസ്ഡ് ആയിട്ടാണ് ഈ ശിഷ്യൻ ഗുരുവിനെ സെലക്ട് ചെയ്യുകയാണ്. കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ അതിന്റെ പുറകിലുള്ള സയൻസ് വേറെയാണ്. എന്തായാലും ശരി, ചോദ്യത്തിനുള്ള കൃത്യം ഉത്തരം കിട്ടുന്നത് വരെ എങ്ങനെയാണോ വിവേകാനന്ദൻ അന്വേഷിച്ചത്, അതേപോലെ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഓരോരുത്തരും സത്യത്തെ അന്വേഷിക്കുന്ന ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ്. അപ്പം അവർക്ക് കൺവിൻസ്ഡ് അല്ലാതെ, ഇപ്പൊ ഞാനൊരാളുടെ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഇപ്പൊ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾക്കും ഈ സിദ്ധികൾ ജന്മനാ കിട്ടിയത് അവിടെ നിൽക്കട്ടെ, ജന്മനാ കിട്ടിയ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ, അവരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശങ്കരാചാര്യരെ പോലെ ജന്മനാ ദിവ്യത്വമൊന്നും അവർക്കില്ലായിരുന്നു. അവര് പിൽക്കാലത്ത് പല വിദ്യകളും കൂടെയാണ്. അതായത് മരുത്വമല അതിന്റെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മളിത് ആരെടുത്താ ഇന്ന് ചോദിക്കുന്നത്? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഓട്ടോബയോഗ്രഫി. ആരും വ്യക്തമായിട്ടൊരു ഉത്തരം എനിക്ക് തരുന്നില്ല. പക്ഷേ ആ ഉത്തരം വരും. കാര്യം ആദ്യം ചെന്നപ്പോ നീ വരാൻ എന്താ ഇത്രയും താമസം? അങ്ങനെ ചോദിച്ചാ? അയ്യോ, അതറിഞ്ഞൂടാ. ചോദിച്ചില്ലേ? അത് ശരി. നീ വരാൻ ഇത്രയും താമസം എന്താ? ഇങ്ങനെ ഒരാൾ വരുമെന്നുള്ളത് അങ്ങനെ നേരത്തെ അറിയാമല്ലോ. അല്ല അത് അയ്യോ, അതായത് ഇതിനകത്ത് ഈ ആത്മീയതയിൽ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കൊരു ഗുരുവിനെ സെലക്ട് ചെയ്യാവുന്നത്. ഇപ്പൊ എനിക്ക് ബാബാജിയുടെ ഡിവോട്ടി ആവണം, അല്ലെങ്കിൽ ഷിർദി സാറിന്റെ ഡിവോട്ടി ആണ്, അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. ശരിക്കും റിവേഴ്സ് ആണ്. സമയമാവുമ്പോൾ അവര് നമുക്ക് ഇൻവിറ്റേഷൻ തരും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നെക്സലൈറ്റ് എന്ന് പറയുന്ന ഫിലിപ്പം പ്രസാദ്.
അജിതയൊക്കെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം നടത്തി കൈ ചോരയെ പ്രസ് ചെയ്ത് മതിൽ പതിപ്പിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങേര് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷാണത്, മലയാളത്തിലുണ്ടെന്ന് പറയുന്നത്. 10 രൂപേന്റെ വിലയുള്ളൂ. ഒബ്സ്റ്റക്കിൾ റേസ് ടു ഗോഡ് എന്നാണ് അതിന്റെ പേര്. അത് അല്ല പറയാൻ പറ്റില്ല. അല്ല, വിഷയം ഇതാണ്. ഫിലിപ്പം പ്രസാദിനെ വിളിച്ചതും വിവേകാനന്ദനെ വിളിച്ചതും ഗുരുവാണ്. ഗുരു ശിഷ്യനെ, വിഷയം ഒരിക്കലും നമ്മൾ മാറത്തില്ല സാറേ, എല്ലാവരുടെ ജീവിതത്തിലും. വേറെന്താ? വിവേകാനന്ദൻ പറഞ്ഞു അച്ഛന് സുഖമില്ല, വീട്ടില് അതറിയാം. അമ്മ പറഞ്ഞു അന്നേരം പറഞ്ഞു നീ അവിടെ പോയി ആ ദേവിയോട് കാളിയെടുക്ക് പ്രാർത്ഥിച്ചേച്ച് വരാൻ പറഞ്ഞു. എന്നിട്ട് പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ നീ ദേവിയോട് പറഞ്ഞോ നിന്റെ ദാരിദ്ര്യത്തിന്റെ കാര്യം? അവിടെ ചെന്നപ്പം ദാരിദ്ര്യമൊക്കെ മറന്നുപോയി. വിചാരിക്കുന്ന പറയാൻ വന്ന കാര്യം അവിടെ നടന്നപ്പോ മറന്നുപോയി. ദേവിയെ കണ്ടപ്പോ ദേവി അവിടുത്തെ വരുമ്പോ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പോവെന്നും പറഞ്ഞു കൊടുക്കും. കാളിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പറയാനുള്ള കാര്യം മറന്നുപോയി. അത് കേട്ടിട്ടുണ്ട്, ഈ കഥ കേട്ടിട്ടുണ്ട്. അല്ല സാറേ, അവിടെ അല്ല, എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ രാമകൃഷ്ണ പരമഹംസര് കാളിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് അല്ലെ സംസാരിക്കുമായിരുന്നു. അതേ വിദ്യ വിവേകാനന്ദന് പറഞ്ഞു കൊടുക്കുകയും വിവേകാനന്ദനും കാളിയെ കാണാനും കാളിയുമായിട്ട് സംസാരിക്കാനും പറ്റുമായിരുന്നു എന്നാണോ അതിനകത്ത് പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ടോ? ബുക്കിൽ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 ട്രിപ്പ് പറഞ്ഞു വിട്ടിട്ടും അവിടെ ചെന്നിട്ട് പറയാൻ പറ്റാതെ തിരിച്ചു വന്നു എന്നുള്ളത്. ഓക്കെ, വേറെ പ്രോഗ്രാം.